നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മാനസിക സംഘർഷങ്ങൾ തുറന്നു കാട്ടുന്ന ഒരു സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്നീ വീഡിയോയിലൂടെ ഞാൻ വായിക്കുന്നത്. നീറ്റ് ദുരന്തങ്ങൾ. ഇന്ന് രാവിലെ ഒരു അധ്യാപകൻ കാണാൻ വന്നിരുന്നു. കൂടെ മകളുമുണ്ട്. നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. 4ാം തവണയും നീറ്റ് എഴുതിയിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞ ശേഷം ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നിനോടും താല്പര്യമില്ല. ഒരു സിനിമ പോലും പൂർണ്ണമായി കാണാനുള്ള ക്ഷമയില്ല. ശരീരം ക്ഷീണിക്കുന്നു. മത്സര പരീക്ഷകളുടെ കെണിയിൽ കുടുങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരികയാണ്. 1-ാം പേജിൽ വിജയികളുടെ ചിത്രങ്ങൾ സഹിതം ഇന്ന് നീറ്റ് പരീക്ഷകരുടെ പരസ്യങ്ങളാണ് പത്രസ്ഥാപനങ്ങളുടെ മുഖ്യ വരുമാനം. വിവിധ സ്ഥാപനങ്ങൾ കോടികൾ ഒഴുക്കിയാണ് പരസ്യം ചെയ്യുന്നത്. മറ്റേതൊരു ഡിഗ്രിയും പോലെ ഒരു ഡിഗ്രിയായ MBBSനെ ഇന്ത്യ പോലെ ഒരു 3-ാം ലോക രാജ്യത്ത് ഡോക്ടർ പ്രൊഫഷന് കിട്ടുന്ന പ്രിവിലേജ് മാർക്കറ്റ് ചെയ്ത് മഹാസംഭവമാക്കി മാറ്റിയാണ് കോടികൾ കൊയ്യുന്ന ബിസിനസ് നടത്തുന്നത്. നാമമാത്രമായ വിജയികളുടെ ചിത്രങ്ങൾ, അവരുടെ അനുഭവങ്ങളും മാത്രം മനസ്സിൽ പതിയുമ്പോൾ മത്സര പരീക്ഷകൾ നിത്യദുഃഖത്തിലാകുന്ന കുട്ടികളെക്കുറിച്ച് അറിയാതെ പോവുകയാണ്. 2024 24 ലക്ഷം കുട്ടികളാണ് നീറ്റ് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നത്. 2023 20,36,316 കുട്ടികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. ഇന്ത്യയിൽ ആകെ 1,06,333 മെഡിക്കൽ സീറ്റുകളേയുള്ളൂ. ഇതിൽ സാധാരണക്കാർക്ക് പഠിക്കാൻ കഴിയുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ സീറ്റ് വെറും 55,648. ജനറൽ കാറ്റഗറിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം അഡ്മിഷന് കിട്ടിയ അവസാന റാങ്ക് 1750. പരീക്ഷ എഴുതുന്നവരിൽ 95% പേരും പുറത്താകുന്ന 2% പേർക്ക് മാത്രം സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്ന പരീക്ഷയാണ് നീറ്റ്. +2-ന് 90% മാർക്കെങ്കിലുമുള്ള നന്നായി പഠിക്കുന്ന കുട്ടികൾ മാത്രമാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത്. അവരിൽ നിന്നാണ് 95% പുറത്താകുന്നത്. ഇങ്ങനെയൊരു പരീക്ഷ നടത്തുന്നതിലല്ല പ്രശ്നം. MBBS ജീവിതത്തിലെ ഒരേയൊരു സ്വപ്നമാക്കി കുട്ടികളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും അതുമാത്രം ചിന്തിക്കാനുള്ള മോട്ടിവേഷൻ കുത്തിവെക്കുകയും ചെയ്തുകൊണ്ടാണ് മത്സര പരീക്ഷ വ്യാപാരികൾ കുട്ടികളെ ഇരകളാക്കുന്നത്. 1, 2, 3 തവണ പരാജയപ്പെട്ട ശേഷവും മറ്റൊരു ലക്ഷ്യത്തിലേക്ക് തിരിയാനാവാതെ മാനസിക സംഘർഷത്തിൽ പെട്ടുപോകുന്നവരുടെ എണ്ണം വിജയിക്കുന്നവരെക്കാൾ 100 ഇരട്ടിയാണ്. മെഡിസിന് എൻട്രൻസ് പരീക്ഷ വേണ്ടെന്ന് വെക്കുന്നത് പ്രായോഗികമായിരിക്കില്ല. ഹയർ സെക്കൻഡറി സിലബസിനെ അടിസ്ഥാനമാക്കി പരീക്ഷ നടത്തുകയും ഒരാൾക്ക് ഒരു തവണ മാത്രം എഴുതാൻ കഴിയും വിധം നീറ്റ് പരീക്ഷ നിയന്ത്രിക്കേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അനാവശ്യ സമ്മർദ്ദവും മാനസിക സംഘർഷങ്ങളും സൃഷ്ടിക്കുന്ന പരീക്ഷയായി നീറ്റ് മാറിയ കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്.